നമ്മൾ ചിന്തിക്കുന്നത് ഒന്നാമത്തെ ഭാഗം ദൈവത്തിന്റെ ഭവനമാണ് സഭ. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ചിന്തിച്ചത് കൃഷി സ്ഥലമാണ്, അല്ലെ? ദൈവത്തിന്റെ കൃഷിയാണ് ഭവനം, ദൈവത്തിന്റെ സഭ. 3, ദൈവത്തിന്റെ ആലയമാണ് ദൈവത്തിന്റെ സഭ. ആദ്യം ഭവനത്തിലേക്ക് വരാം. ഭവനത്തിൽ എങ്ങനെയാ ഒരാൾ വളരുന്നത്? കൃഷിയിടത്തിൽ എങ്ങനെയാ വളരുന്നത്? ആലയത്തിൽ എങ്ങനെയാ വളരുന്നത്? അത്രയും പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ 3-ാം അധ്യായം അവസാനിക്കും. കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും അടുത്ത ആഴ്ച 3-ാം അധ്യായം എടുക്കത്തില്ല. അത് പിന്നീട് നമ്മൾ മറ്റെവിടെയെങ്കിലും എടുക്കത്തുള്ളൂ. അടുത്ത ആഴ്ച നമ്മൾ 4-ാം അധ്യായത്തിലേക്ക് ഇന്ന് പറയാൻ പറ്റുന്നിടത്തോളം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കും. ഒരു ഭവനത്തിൽ ഒരു കുഞ്ഞ് വളരുന്നത് പൗലോസ് അപ്പോസ്തലൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, പാൽ കുടിച്ച് തുടങ്ങുക, അല്ലെ? പിന്നെ കട്ടിയുള്ള ആഹാരം കഴിച്ച് പക്കയുള്ള ഏത് ഭക്ഷണവും ആഹരിക്കാൻ പാകത്തിന് അവന്റെ ശരീരം വളരുകയാണ്. ദൈവസഭയിലെ അംഗങ്ങൾക്ക് ഭൗമികമായൊരു വളർച്ച മാത്രമല്ല, ആത്മികമായൊരു വളർച്ചയും കൂടിയുണ്ട്. പാൽ കുടിച്ചുകൊണ്ട് വളരുന്നത് പോലെ അപക്വതയിൽ നിന്ന് പക്വതയിലേക്കൊരു വളർച്ച. യഹൂദ കുടുംബത്തിലൊരു കുഞ്ഞ് വളരുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ 3 വയസ്സ് വരെ അവൻ അമ്മയുടെ പരിചരണത്തിലാണ്. അമ്മയാ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. ആദ്യത്തെ അധ്യാപിക അമ്മയാണ്. അങ്ങനെ അമ്മയിൽ നിന്ന് കേൾക്കുന്ന ബാലപാഠങ്ങളൊക്കെ പഠിച്ച് കുഞ്ഞു വളരുന്നു. അമ്മ എന്താ പഠിപ്പിച്ചു കൊടുക്കുന്നത്? അപ്പനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ഉൾപ്പെടെ അമ്മയാണ്, അല്ലെ? അമ്മ ആരെയാണോ അപ്പനെന്ന് വിളിക്കാൻ പറയുന്നത് അവരെയാണ് കുഞ്ഞുങ്ങൾ അപ്പനെന്ന് വിളിക്കുന്നത്, പപ്പയെന്ന് വിളിക്കുന്നത്, അല്ലെ? അപ്പോൾ മാതാവിന്റെ പഠനം, ടീച്ചിങ് വളരെ പ്രധാനമാണ്. അടിസ്ഥാനപരമായ കാര്യങ്ങൾ ബന്ധുക്കളെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുന്ന അമ്മാവനാരാണ്, അല്ലെ? കൊച്ചപ്പൻ ആരാണ്, അങ്കിൾ ആരാണ്, ചേച്ചി ആരാ, ചേട്ടൻ ആരാ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അമ്മയാണ്. അങ്ങനെ ആ ബാലപാഠങ്ങളൊക്കെ കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് അപ്പൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. 4 വയസ്സ് മുതൽ സ്കൂളിൽ പോകാൻ തുടങ്ങുന്ന പ്രായം, നഴ്സറിയിൽ പോകാൻ തുടങ്ങുന്നത് മുതൽ അപ്പൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. അപ്പൻ അടുത്ത ബാലപാഠം പഠിപ്പിച്ചു കൊടുക്കുന്ന അപ്പനാണ്. അങ്ങനെ ഒരു യഹൂദ കുടുംബത്തിലെ കുഞ്ഞിനെ ആദ്യം ഒരു ദൈവവചനം പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പന്റെ ചുമതലയാണ്. അപ്പൻ പഠിപ്പിച്ചു കൊടുക്കും. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തില് 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിന്റെ ദൈവമായ യഹോവ ഏകൻ തന്നെ. അപ്പൊ ദൈവം ഏകനാണെന്ന അടിസ്ഥാനപരമായ സത്യം തന്റെ കുഞ്ഞിനെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അപ്പൻ ബാലപാഠം എന്ന് പറഞ്ഞ കർമ്മം നിർവഹിക്കുകയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഉറങ്ങാൻ പോകുമ്പോൾ യഹൂദന്മാർ പ്രാർത്ഥിച്ചു കിടക്കുന്ന പ്രാർത്ഥനാ വാചകം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പിതാവേ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. ഈ പ്രാർത്ഥനാ വാചകം യേശു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം മിനിമം 4-ാമത്തെ വയസ്സിൽ യേശുവിന്റെ വളർത്തുപിതാവായ യോസഫ് യേശുവിനെ ആ പ്രാർത്ഥനാ വാചകം പഠിപ്പിച്ചു. അങ്ങനെ അപ്പന്റെ ഉത്തരവാദിത്വം. അത് കഴിഞ്ഞ 6 വയസ്സ് മുതൽ ഈ യഹൂദ ബാലൻ സിനഗോഗിലേക്ക് അയക്കപ്പെടുകയാണ്. സിനഗോഗ് എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ പള്ളിയായിരുന്നു. യഹൂദന്മാർക്ക് ഒറ്റ ആലയമേ ഉള്ളൂ. ആ ആലയം യെരുശലേമിൽ മാത്രമാണ്. ആലയം കഴിഞ്ഞാൽ പിന്നെ അവർ ചിതറിക്കപ്പെട്ട പല രാജ്യങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ടു. അവിടെ എല്ലാം അവർ സിനഗോഗുകൾ പണിതു. ഇതുപോലെയുള്ള സംവിധാനമാണ്. മട്ടാഞ്ചേരിയിലുണ്ടല്ലോ സിനഗോഗുകൾ പണിത് അവർ ശനിയാഴ്ചകളിൽ ശബത്ത് ദിവസം ആരാധനയ്ക്ക് കൂടി വന്നിരുന്നു. അങ്ങനെ ആരാധനയ്ക്ക് വേണ്ടി അവർ നിർമ്മിച്ച സിനഗോഗുകൾ ശനിയാഴ്ച പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും വേണ്ടി മാറ്റിവെച്ചു. ബാക്കിയുള്ള 6 ദിവസങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള സ്കൂളായിട്ട് അത് വർദ്ധിച്ചു. അപ്പോൾ അവിടെ പറഞ്ഞു വിടും. 6 വയസ്സ് മുതൽ കുഞ്ഞുങ്ങളെ ഫ്രീ എഡ്യൂക്കേഷനാണ്, സൗജന്യ വിദ്യാഭ്യാസമാണ്. ഏതാണ്ട് 12 വയസ്സ് വരെ ഒരു ബാലൻ അവിടെ പഠിക്കും. അവിടെയാണ് ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാന പാഠങ്ങൾ കുഞ്ഞു പഠിക്കുന്നത്. നമ്മൾ സൺഡേ സ്കൂളിലൊക്കെ കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കുന്നത് പോലെ ബാലപാഠങ്ങൾ അവിടെ പഠിക്കുകയാണ്. ആ പഠനത്തിന്റെ പ്രത്യേകത എന്താ, പ്രാധാന്യം എന്താ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 30-ാമത്തെ വയസ്സിൽ എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള പ്രായഘട്ടത്തിൽ പിശാചിനാൽ പ്രലോഭിപ്പിക്കപ്പെടുകയാണ്. പിശാച് യേശുവിനെ പ്രലോഭിപ്പിച്ചു. 1-ാമത്തെ പ്രലോഭനം, നിനക്ക് നല്ല വിശപ്പുണ്ട്, കല്ലുകളെ അപ്പമായി തീരാൻ കൽപ്പിക്കുക. യേശു പറഞ്ഞു, എന്താ പറഞ്ഞേ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. എപ്പോ പഠിച്ചതാ ഇത്? ഈ വചനം ആവർത്തന പുസ്തകത്തിൽ നിന്ന് കർത്താവ് ഉദ്ധരിച്ചതാ. എപ്പോൾ പഠിച്ചതാ? സിനഗോഗിൽ 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള പ്രായഘട്ടത്തിൽ കർത്താവ് പഠിച്ച വചനമാണ്. 2-ാമത്തെ പിശാചിന്റെ പ്രലോഭനം, മുകളിൽ നിന്നെടുത്ത് താഴേക്ക് ചാടുക, ദൂതന്മാർ കൈകളിൽ താങ്ങിക്കൊള്ളും. കർത്താവ് പറഞ്ഞു, നിന്റെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത് എന്നും കൂടി എഴുതിയിരിക്കുന്നു. എവിടെ പഠിച്ചതാ? സിനഗോഗിൽ പഠിച്ചതാ. 6 മുതൽ 12 വയസ്സ് വരെയുള്ള പ്രായഘട്ടത്തിൽ കർത്താവ് പഠിച്ച വചനമാണ്.
മൂന്നാമത്തെ പ്രലോഭനം, എന്നെ വീണ് നമസ്കരിക്ക, ഇതെല്ലാം ഞാൻ നിനക്ക് തരാമെന്ന് പിശാച് പ്രലോഭിപ്പിക്കുമ്പോൾ ക്രിസ്തു പറഞ്ഞു, എന്താ പറഞ്ഞത്? നിന്റെ ദൈവമായ യഹോവയെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. ഇറ്റ് ഈസ് റിട്ടൺ, ഇറ്റ് ഈസ് റിട്ടൺ, ഇറ്റ് ഈസ് ഓൾസോ റിട്ടൺ. ഇങ്ങനെ പറയുമ്പോൾ കർത്താവ് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ദൈവത്തിന്റെ വചനം പഠിക്കേണ്ടതിന്റെ പ്രാധാന്യതയാണ്. സിനഗോഗിൽ കുഞ്ഞുങ്ങളെ അയച്ച് ന്യായപ്രമാണം, ദൈവത്തിന്റെ വചനം അവരെ ഹൃദ്യസ്ഥമാക്കുന്ന ഉൾപ്പെടെയുള്ള പഠനങ്ങൾ അവർക്ക് നൽകും. 12 വയസ്സങ്ങോട്ട് കഴിയുമ്പോൾ കൈകൾക്കും കാലുകൾക്കും എല്ലാം ആരോഗ്യമായി അപ്പനെയും അമ്മയും ഒക്കെ വീട്ടിൽ സഹായിക്കാനുള്ള ഒരു ത്രാണിയിലേക്ക് മകൻ മാറിക്കഴിയുമ്പോൾ അപ്പൻ ആ കുഞ്ഞിന് തനിക്കറിയാവുന്ന തൻ്റെ കുലത്തൊഴിൽ പഠിപ്പിക്കും. യഹൂദന്മാർക്കൊരു പ്രമാണമുണ്ട്, എല്ലാ യഹൂദനും ഒരു കൈത്തൊഴിൽ അറിഞ്ഞിരിക്കണം, അവന്റെ ഉപജീവനത്തിന് വേണ്ട കൈത്തൊഴിൽ അറിഞ്ഞിരിക്കണം. അത് പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം അപ്പന്റെ ചുമതലയാണ്. അപ്പൻ അത് പഠിപ്പിച്ചില്ലെങ്കിൽ ആ അപ്പൻ മകനെ കള്ളനാക്കുന്നു എന്നാണ് യഹൂദ റബ്ബി പഠിപ്പിച്ചത്. അപ്പോൾ എത്ര ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഒരു യഹൂദ പിതാവ് തന്റെ ബാലന്, തന്റെ മകന് ഒരു കൈത്തൊഴിൽ അല്ലെങ്കിൽ കുലത്തൊഴിൽ പഠിപ്പിക്കുമായിരുന്നു എന്ന് ചിന്തിക്കുക. നമ്മുടെ കർത്താവും പഠിച്ചു. കർത്താവിന് സമൂഹത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ആളുകൾ ചോദിച്ചു, ഇവൻ തച്ചനല്ലയോ? ഇവൻ തച്ചന്റെ മകനല്ലയോ? അപ്പോൾ യോസഫിന് എന്തറിയാമായിരുന്നു? അത് യോസഫ് തന്റെ മകനെ, വളർത്തുമകനായ യേശുവിനെ പഠിപ്പിച്ചു. കർത്താവ് തച്ചനായിട്ട് പണി ചെയ്തു എന്ന് തന്നെ നമ്മൾ വായിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ന്യായപ്രമാണം പഠിപ്പിക്കാത്ത അപ്പനെ ചവറ് എന്ന് കരുതണം എന്നായിരുന്നു യഹൂദ റബ്ബിമാർ പഠിപ്പിച്ചത്. ചവർ എന്ന് കരുതണം. അത്രത്തോളം പ്രാധാന്യത്തോടെ മക്കളെ ദൈവവചനം പഠിപ്പിച്ചു. ആരാണ്? മാതാപിതാക്കൾ, അപ്പൻ. വീട്ടിൽ ആത്മിക ശിക്ഷണം ഉണ്ടാകണം, അല്ലെങ്കിൽ സൺഡേ സ്കൂളിൽ ആത്മിക പാഠങ്ങൾ ലഭിക്കണം. അവർ പഠിക്കേണ്ട വചനങ്ങൾ പഠിക്കേണ്ടിടത്ത് കൃത്യമായും ക്രമീകൃതമായും ഓരോ കാലഘട്ടത്തിലും കൃത്യമായി പഠിച്ചു വളരണം. നോക്കിക്കേ, അത് കഴിയുമ്പോ കാര്യപ്രാപ്തിയൊക്കെ ആകുമ്പോ അപ്പൻ ഇങ്ങനെ പ്രായാധിക്യത്തിലേക്ക് പോകുന്നു. ഈ മൂത്ത മകൻ അവന്റെ സഹോദരങ്ങൾ ഇങ്ങനെ വളർന്നു വരുന്നത് കാണുന്നു. അപ്പനോട് ചേർന്ന് സഹകരിക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കി തുടങ്ങുന്നു. വീട്ടിൽ ഉപജീവനത്തിന് വേണ്ടത് മൂത്ത മകനും കൂടെ കണ്ടെത്തി തുടങ്ങുന്നു. സഹോദരങ്ങൾക്ക് കാണാൻ പാകത്തിനവൻ ജീവിക്കുന്നു. അങ്ങനെ മുതിർന്ന് വളർന്നു വന്ന് വീട്ടിലെ കാര്യാദികളൊക്കെ നോക്കി ദൈവവചനത്തിലും സാമൂഹിക ജീവിതത്തിലും ഭവനത്തിലെ അന്തരീക്ഷത്തിലും ഒക്കെ പക്വതയുള്ളവനായി വളർന്ന് അപ്പന് ശേഷം, അപ്പന്റെ കാലം കഴിഞ്ഞാലും ആ ഭവനത്തെ നോക്കി നടത്താൻ ത്രാണിയുള്ളവനായി മൂത്ത മകൻ വളർന്നു വരികയാണ്. നമ്മുടെ കർത്താവായ യേശുവിനെ പറ്റി ഒരു ചിന്തയുണ്ട്. പുറമേ ഉള്ളവർക്ക് സംശയമുള്ളൊരു ചിന്തയാണ്, യേശു എവിടെയായിരുന്നു 13 മുതൽ 30 വയസ്സ് വരെ? ബൈബിളിൽ എഴുതിയിട്ടില്ല അല്ലേ? പലരും പല കഥകളാണ് മെനയുന്നത്. ഒരു കാര്യം നമുക്കറിയാം, 12 വയസ്സ് കഴിഞ്ഞ് കുലത്തൊഴിൽ പഠിച്ച കർത്താവ്, കൈത്തൊഴിൽ പഠിച്ച കർത്താവ്, യഹൂദ പ്രമാണപ്രകാരം ആ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് ഒരു കാര്യം നമ്മൾ കാണുന്നു, യോസഫിനെ എങ്ങും പറഞ്ഞു കാണുന്നില്ല. ഒരിടത്തും യോസഫിനെ പിന്നീട് കാണുന്നില്ല. യേശുവിനെ 12ാമത്തെ വയസ്സൊഴികെ പിന്നെ നമ്മൾ യോസഫിനെ ഒരിടത്തും പരാമർശിച്ച് കാണില്ല. പക്ഷേ മറിയ, യേശുവിന്റെ അമ്മയായ മറിയത്തെ നമ്മൾ പെന്തക്കോസ് നാളിൽ പോലും നമുക്ക് കാണാം. ക്രൂശിൽ മറിയയെ കാണാം. യേശുവിന്റെ ശുശ്രൂഷയിലുടനീളം പല സ്ഥലങ്ങളിൽ മറിയയും സഹോദരങ്ങളും വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യോസഫ് മരണപ്പെട്ടിരുന്നിരിക്കാം എന്നതാണ് വേദപണ്ഡിതന്മാരുടെ നിഗമനം. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഏതാണ്ട് 30 വയസ്സുവരെ കർത്താവ് തൻ്റെ പിതാവിന് ശേഷം തൻ്റെ വീട്ടിലെ കാര്യാദികൾ നോക്കി ഒരു മൂത്ത മകനായിട്ട് കർത്താവ് അവിടെ ജീവിച്ചു നമുക്ക് കരുതാം. അപ്പോൾ ചിലരെങ്കിലും ചിന്തിക്കും, കന്യാമറിയാമിന് ഒരു മകനല്ലേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? നമ്മൾ എങ്ങനെയാ വായിക്കുന്ന ബൈബിളിൽ? അവളുടെ ആദ്യജാതനെ പ്രസവിച്ചു. ആദ്യജാതൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പുറകെ വേറെ മക്കൾ ഉണ്ടായിരുന്നെന്നാ. അവളുടെ മൂത്ത മകനെ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം, മൂത്ത മകനെ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ ഇളയ മക്കൾ ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, യേശുവിന് കുറഞ്ഞത് 4 സഹോദരന്മാരും 3 സഹോദരിമാരും ഉള്ളതായിട്ട് കൃത്യമായി 1-ലധികം തവണ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ ഭവനം എത്ര പേർ അടങ്ങുന്ന ഭവനമായിരുന്നു? താൻ മൂത്ത മകൻ, തന്റെ വളർത്തുപിതാവ്, തന്റെ മാതാവ്, പിന്നെ തന്റെ 7 സഹോദരങ്ങൾ. എത്ര പേരായി? 7, താനൊന്ന് 8,
അമ്മയും അപ്പനും 10 പേരടങ്ങുന്ന ചെറുതല്ലാത്ത കുടുംബം. യോസഫ് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം മരണപ്പെട്ടിരുന്നു എങ്കിൽ ആ ചെറുതല്ലാത്ത കുടുംബത്തെ നോക്കി നടത്താനുള്ള പ്രാരാബ്ധം യേശുവിനുണ്ടായിരുന്നു. 30 വയസ്സ് വരെ കർത്താവ് അത് ചെയ്തു. സഹോദരങ്ങൾക്ക് മാതൃകയായി ജീവിച്ചു. അത് കഴിഞ്ഞിട്ട് അവൻ തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയിലേക്ക് കർത്താവ് ഇറങ്ങുകയാണ്. 30ാമത്തെ വയസ്സിലായിരുന്നു യഹൂദ റബ്ബിമാർ പഠിപ്പിക്കലിന് വേണ്ടി അല്ലെങ്കിൽ ടീച്ചിങ്ങിന് വേണ്ടി ഇറങ്ങിയിരുന്നത്. യേശു അറിയപ്പെട്ടത് ഒരു ഗുരുവായിട്ടാണ്. അവനും സമൂഹത്തിന്റെ സ്പന്ദനം അറിഞ്ഞുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ രീതികളും അല്ലെങ്കിൽ ആചാര മര്യാദകളും ഉൾക്കൊണ്ട് തന്നെ കർത്താവ് 30ാമത്തെ വയസ്സിൽ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നു. തന്റെ സഹോദരന്മാരെ അതിനോടകം താൻ പിക്കപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. 30ാമത്തെ വയസ്സിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി താൻ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കാൻ വേണ്ടി താൻ ചെന്ന് നിന്നു കൊടുക്കുകയാണ്. യോഹന്നാൻ പറയുന്നു, നീ എന്നെയാ സ്നാനം കഴിപ്പിക്കേണ്ടത്, ഞാൻ നിന്നെയല്ല. കർത്താവ് പറഞ്ഞു, അല്ല, ഇങ്ങനെ സകല നീതിയും നിവൃത്തീകരിക്കപ്പെടേണ്ടതിന് ഇപ്പോൾ സമ്മതിക്കുക എന്ന് പറഞ്ഞ് യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് യേശുക്രിസ്തു വെള്ളത്തിൽ നിന്ന് ഉയർന്നപ്പോൾ സ്വർഗത്തിന് ശബ്ദമുണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇപ്പോൾ ആ മകൻ ആരായി മാറി? മൂത്ത മകൻ ആരായി മാറി? അപ്പൻ പ്രസാദിച്ചിരിക്കുന്ന മകനായിട്ട് മാറി. ദൈവസഭ ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവസഭ വളരേണ്ടത് ആ വീട്ടിലെ പിതാവ് അവൻ അംഗീകരിക്കുന്ന നിലവാരത്തിലേക്ക് വരണം. അവൻ അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ ലജ്ജിക്കുന്നില്ല എന്ന് പറയുന്ന നിലവാരത്തിലേക്ക് ദൈവസഭ വളരണം. ഓരോ വ്യക്തിയും വളരണം. അതിനെയാണ് ക്രിസ്തുവിനെ നമ്മുടെ മുന്നിൽ കാൽച്ചുവട് പിന്തുടരണമെന്ന് പറഞ്ഞു വച്ചിരിക്കുന്നത്. ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചു. അവന്റെ കാൽ ചുവട് പിന്തുടരുവാൻ നല്ല മാതൃക വെച്ചേച്ചു പോയി. ക്രിസ്തു ഒരു മൂത്ത മകന്റെ റോളിൽ നിൽക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ മണവാട്ടി എന്ന പദവിക്കപ്പുറത്ത് മറ്റൊരു ഉപമാനം കൂടിയുണ്ട്. അവന്റെ ഇളയ സഹോദരങ്ങളാണ്. തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യ ജാതൻ ആകേണ്ടതിന് അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ആരാ? നമ്മളെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്, സഭയെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. സഭ ദൈവത്താൽ ക്രിസ്തുവിൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സഹോദരങ്ങളാണ്. അപ്പൊ നമുക്ക് മുൻപേ നടന്നുപോയ നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ ക്രിസ്തുവിനെ പറ്റി പറഞ്ഞത് സ്വർഗം പ്രസാദിച്ചു. പിന്നെ മറ്റൊരു ഘട്ടത്തിൽ സ്വർഗത്തിൽ നിന്ന് ക്രിസ്തുവിനെ പറ്റിയ ശബ്ദം കേട്ടു. അതെപ്പോഴാണെന്നറിയാമോ? എപ്പോഴാ? മറുരൂപമലയിൽ കർത്താവും മോശയും ഒപ്പം വേറൊരാളും കൂടെ പ്രത്യക്ഷപ്പെട്ടു. ആരാണ്? ഏലിയാവ്. മോശയും ഏലിയാവിനെ പറ്റി നമുക്കറിയാം. മോശയും ഏലിയാവും എന്ന് പറഞ്ഞ പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളുടെയും ചുരുക്കപ്പേരാണ്. മോശയും ഏലിയാവ് എന്ന് പറഞ്ഞാൽ മതി. 39 പുസ്തകങ്ങളും ആ 2 പേരിലും ഉൾക്കൊള്ളിക്കപ്പെടുകയാണ്. പഴയ നിയമത്തിന്റെ പ്രതിനിധികളായി 2 പേരും ഇരുവശത്തുമായി നിൽക്കുകയാണ്. പത്രോസ് പറഞ്ഞു, ഒരു 3 കുടിൽ ഞങ്ങൾ ഉണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് ഏലിയാവിനും, ഒന്ന് മോശയ്ക്കും. അപ്പോഴാണ് സ്വർഗം അടുത്തതായിട്ട് സംസാരിച്ചത്. എന്തായിരുന്നു പറഞ്ഞത്? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ചെവി കൊടുപ്പിൻ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ. അതിന്റെ പശ്ചാത്തലം ഞാൻ പറയട്ടെ. അതിന്റെ യഹൂദ പശ്ചാത്തലം പറയട്ടെ. യഹൂദ ഭവനത്തിൽ ഒരു മകൻ വളർന്ന് വലുതായി പക്വത പ്രാപിച്ച് കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കി നടത്താനുള്ള ത്രാണിയിലേക്ക് അവർ ഉയർന്ന് അപ്പന്റെ സ്ഥാനത്ത് നിന്ന് അപ്പന്റെ പകരക്കാരനായി ഒരു കുടുംബം നടത്താൻ ത്രാണിയാകുമ്പോൾ അപ്പൻ സ്വാഭാവികമായും പ്രായഘട്ടത്തിലേക്ക് ചെല്ലും, വിഷമ ജീവിതത്തിലേക്ക് ചെല്ലും. അപ്പൻ തന്റെ വീട്ടുകാരെല്ലാം വിളിച്ചു വരുത്തും. 100 കണക്കിന് ദാസന്മാരെയും തന്റെ വീട്ടിലെ ഭാര്യയെയും മക്കളെയും എല്ലാം വിളിച്ചു വരുത്തിയിട്ട്, കൊച്ചുമക്കളെയും എല്ലാം വിളിച്ചു വരുത്തിയിട്ട് പറയും, മൂത്ത മകനെ അടുത്ത് വരുത്തിയിട്ട് പറയും, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇന്നു മുതൽ ഈ വീടിന്റെ ചുമതല ഞാൻ ഇവനെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഇനി ഇവനെ ചെവി കൊടുക്കണം. മോശയല്ല, ഏലിയാവല്ല, പഴയ നിയമത്തിലെയോ ബൈബിളിൽ പറയുന്നതായ ഒരു കഥാപാത്രങ്ങളെയുമല്ല. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ചെവി കൊടുപ്പിൻ. ഇനി ഈ വീട്ടിലെ കാര്യാദികൾ നോക്കി നടത്തുന്നത് എന്റെ പുത്രന്. ഞാൻ അവനിൽ പ്രസാദിച്ചിരിക്കുന്നു. അവന് ചെവി കൊടുക്കണം. അവൻ പറയുന്നത് പോലെ കേൾക്കണം. നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ.
ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ് ഒരു 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 മകൻ ഒരു കുടുംബത്തിൽ വളരുന്നത്. ദൈവസഭയോട് പൗലോസ് അപ്പോസ്തലൻ ആ യഹൂദ പശ്ചാത്തലത്തിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്, ഒരു ദൈവ പൈതൽ ഇങ്ങനെ വളരണം, ദൈവസഭയിൽ ഇങ്ങനെ വളരണം. പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന വളർച്ചയല്ല. 10 വർഷം കഴിയുമ്പോഴും പാൽ മാത്രം കുടിക്കാൻ പറ്റുന്ന കട്ടിയുള്ള ആഹാരം ആഹരിക്കാൻ കഴിയാത്ത നിലയിൽ ഒരു കുഞ്ഞിനെ പോലെ തുടരുകയല്ല. ശണ്ട വെച്ചും കലഹിച്ചും ചന്തപ്പിള്ളേരെ പോലെ മുമ്പോട്ട് പോകുന്ന അവസ്ഥയല്ല. ഇതുപോലെ വളരണം. ഒരു അപ്പന് പ്രസാദിച്ചിരിക്കുന്നു പറയാൻ കഴിയുന്ന വിധം, വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ കഴിയുന്ന വിധം, അപ്പന്റെ കാര്യാദികൾ നോക്കി നടത്തുന്ന ഒരു മകനായിട്ട് അവൻ വളരാൻ ദൈവസഭയിലെ ഓരോ അംഗത്തെ പറ്റിയും ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ ദൈവത്തിന്റെ ഭവനമാണ്. ദൈവത്തിന്റെ ഭവനമാണ്. ആ ഭവനത്തിലെ ഓരോ വ്യക്തിയും ഇങ്ങനെ വളരണം, പടിപടിയായി വളരണം. അങ്ങനെ വളരുന്നില്ലെങ്കിൽ അപ്പോസ്തലൻ ചോദിക്കുന്നു, നിങ്ങളുടെ വളർച്ച പരിശോധിക്കണം, നിങ്ങളെ പണിയുന്നവരെ പരിശോധിക്കണം, നിങ്ങൾ എങ്ങനെ പണിയപ്പെടുന്നു എന്ന് പരിശോധിക്കണം. സഭ ഇങ്ങനെ വളരണം, ഉപദേശത്തിൽ വളരണം, പ്രവൃത്തിയിൽ വളരണം, ഫലത്തിൽ വളരണം.